കുറച്ചു നേരം മുമ്പ് നമ്മുടെ ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു സിജോനെ. എന്നിട്ട് പറഞ്ഞു ഒരു സർജറി വേണമെന്നാണ് ഡോക്ടർ പറയുന്നത്, അതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് നിങ്ങളെ മാറ്റണം എന്ന്. അപ്പൊ സിജോ പറയുന്നു ഈ സീസൺ മൊത്തം എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനാണ് ബിഗ് ബോസ് ആഗ്രഹം, അത് പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ബിഗ് ബോസ് നോക്കാം എന്ന രീതിയിൽ പറയുന്നുണ്ട് എന്തോ സിജോയുടെ അടുത്ത്. സിജോയ്ക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ട് ബിഗ് ബോസ് പുറത്തേക്ക് പോകുന്ന ഭാഗമായിട്ട്. ഈ ഷോയെ കുറിച്ചുള്ള ഒരു വിവരങ്ങളും പുറത്തുള്ള ആരോടും സംസാരിക്കരുത് എന്ന് ശക്തമായി പറയുന്നുണ്ട്. പിന്നെ സിജോയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് പുള്ളിയുടെ ഫ്രണ്ട് ആയിട്ടുള്ള ഏതോ ഒരു വിൻസേട്ടനോ മറ്റോ ആണ്. അതിനെക്കുറിച്ച് സിജോ ബിഗ് ബോസിന്റെ അടുത്ത് പറയുന്നത് കേട്ടിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് സിജോയെ കൊണ്ടുപോകാൻ ആള് വരുന്നു. ഐ മാസ്കും പിന്നെ മറ്റേ മാസ്കും വെച്ച് സിജോ പുറത്തേക്ക് പോകുന്നു. ഒരു തിരിച്ചുവരവില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം മെഡിക്കൽ കണ്ടീഷൻ അത്രയ്ക്ക് വീക്കാണ് സിജോയുടെ. ആ ഒരു ടോൺസിലും പിന്നെ സ്വെല്ലിങ്ങും എല്ലാം കൊണ്ട് സിജോയുടെ ആരോഗ്യം സിജോനെ അവിടെ നിൽക്കാൻ അനുവദിക്കുന്നില്ല. പലപ്പോഴായിട്ട് നമ്മൾ വിമർശിച്ചിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് സിജോ ഈ ഒരു 2 ആഴ്ച കാലയളവില്. പക്ഷെ വളരെ മികച്ചൊരു ഗെയിമറാണ്, അതിൽ തർക്കമൊന്നുമില്ല. സംസാരത്തിന്റെ കാര്യത്തിലായാലും എല്ലാവരും ഇന്ററാക്ട് ചെയ്യുന്ന കാര്യത്തിലായാലും എല്ലാം വളരെ നല്ലൊരു ബേബി മെറ്റീരിയൽ ആയിരുന്നു. പോയിന്റ് വൈസ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് ആണ് സിജോയുടെ ഒരു മേജർ സവിശേഷത. അതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുമുണ്ട്, ഒരുപാട് പുകഴ്ത്തിയിട്ടുമുണ്ട്. അവിടെ നിന്ന് ഈ ഒരു 2 ആഴ്ചയും സിജോ നല്ല രീതിയിൽ തന്നെ കളിച്ചു, കണ്ടന്റുകൾ തന്നു. ഈ സീസൺ സിജോയുടെ പേരിലും അറിയപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ആരോഗ്യം ഫോക്കസ് ചെയ്യേണ്ട ഈ ഒരു സാഹചര്യത്തിൽ സിജോ അത് ചെയ്യുക തന്നെയാണ് വേണ്ടത്. പുള്ളി കൺഫെഷൻ റൂമിൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ വിഷമമൊക്കെ തോന്നി. പക്ഷെ ശക്തമായി തിരിച്ചു വരാൻ സാധിച്ചാൽ തിരിച്ചു വരട്ടെ എന്നല്ലാതെ മറ്റൊന്നും പറയാൻ പറ്റില്ല ഈ ഒരു സാഹചര്യത്തിൽ. എന്തായാലും ഗുഡ് ബൈ സിജോ.